അതെ, തീർച്ചയായിട്ടും വോട്ട് ചെയ്യാൻ വരിക എന്നുള്ളത് നമ്മുടെ അവകാശമാണ്. വോട്ട് ചെയ്യണം. വോട്ട് ചെയ്യാതെ അഭിപ്രായങ്ങൾ പറയാൻ പാടില്ല എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിൽ ഒരുപാട് വിശ്വാസമുള്ള ഒരാൾ കൂടിയാണ് ഞാൻ. അപ്പോൾ തീർച്ചയായിട്ടും എന്റെ അവകാശം നിറവേറ്റിയതിനു ശേഷം മാത്രമേ ഞാൻ അഭിപ്രായം പറയാറുള്ളൂ. അപ്പോൾ എന്തായാലും ആദ്യത്തെ മുനിസിപ്പൽ ഇലക്ഷന് വോട്ട് ചെയ്ത് തന്നെ ആരംഭിക്കാം. തിരക്കുള്ള ദിവസമായിരുന്നു. എന്ത് തിരക്കാണെങ്കിലും ഇത് തന്നെയാണ് ഏറ്റവും വലിയ കാര്യം. അപ്പൊ ആ തിരക്കുകളെല്ലാം മാറ്റിവെച്ച് എത്തുക എന്നുള്ളത് ആദ്യം തന്നെ പ്ലാനിലുണ്ടായിരുന്നതാണ്. പിന്നെ ചെറുപ്പം മുതലേ ആണെങ്കിലും ഞാൻ കണ്ടു വളർന്നതും ഒക്കെ എന്റെ ചുറ്റുപാടും ഉണ്ടായിരുന്നതും ഒക്കെ ഈ ഇലക്ഷനും രാഷ്ട്രീയവും ഒക്കെ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഇതിന്റെ ഇമ്പോർട്ടൻസ് എത്രത്തോളാണെന്ന് എനിക്ക് നന്നായി അറിയാം. അതെ, ഈ പ്രാവശ്യത്തെ ഒരു പ്രത്യേകത അതാണ്. എന്റെ കൂടെ കളിച്ചു വളർന്നവരാണ് ഇലക്ഷൻ നിൽക്കുക എന്നുള്ളത്. അപ്പൊ ഞങ്ങളും എല്ലാവരും വളർന്നെന്നും മെച്ചോർഡായെന്നും ഒക്കെ തിരിച്ചറിയുന്ന ഒരു അവസരം കൂടിയാണിത്. അല്ല, വിധി എന്താണേലും കോടതി വിധിയാണ്. കോടതി വിധിയെ പറ്റി അഭിപ്രായം പറയുന്നതും അല്ലെങ്കിൽ എന്റെ അഭിപ്രായം പറയുന്നതിനോടും എത്രത്തോളം എന്താ പറയാ എത്ര പ്രസക്തി ഉണ്ടെന്ന് എനിക്കറിയില്ല. എങ്കിലും കോടതി വിധി സ്വീകരിക്കുക എന്നുള്ളതാണ്. പറഞ്ഞാൽ ഈ അവസരത്തിൽ എനിക്കത് അറിയില്ല എന്ത് പറയണം എന്നുള്ളത്. പക്ഷെ കോടതി വിധിയെ തീർച്ചയായിട്ടും മാനിക്കുന്നു. അതിനെപ്പറ്റി അഭിപ്രായം പറയുന്നത് കോടതി നിന്നയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. കോടതിക്ക് ശിക്ഷിക്കപ്പെടണം എന്ന് കോടതി മനസ്സിലാക്കിയവരെല്ലാവരും ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. ഒരു കാലത്ത് ശക്തമായ നിലപാടെടുത്തതാണ്, അതിജീവിതയ്ക്കൊപ്പം ഉറച്ചു നിന്നതാണ്. അപ്പൊ ആ ഒരു പിന്തുണ ഇപ്പോഴും പിന്നെ ഏത് സമയത്തും അതിജീവിതയുടെ ഒപ്പം തന്നെയാണ്. തീർച്ചയായും പിന്തുണയുണ്ട്. ഇപ്പം ശിക്ഷയെക്കുറിച്ചോ അല്ലെങ്കിൽ വിധിയെക്കുറിച്ചോ ഒന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല ഞാൻ. തീർച്ചയായിട്ടും ഇല്ല, സംസാരിക്കാൻ കഴിഞ്ഞിട്ടില്ല. ഞാനും യാത്രയിലായിരുന്നു, നേരെ തൊടുപുഴയിലേക്ക് വരുമായിരുന്നു. ഇല്ല, ആരും പ്രതികരിച്ചിട്ടില്ല. അപ്പൊ തീർച്ചയായിട്ടും അവരുടെ പ്രതികരണം നേരിട്ട് തന്നെ അറിയിക്കുന്നതായിരിക്കും. ഞാൻ എന്നിലൂടെ പറയുന്നതിനേക്കാൾ നല്ലത് അതായിരിക്കും. എല്ലാവരും വളരെ കരുതലോടെ പ്രതികരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വിഷയം കൂടിയാണ്. നമുക്കറിയാം, വ്യാഖ്യാനിക്കപ്പെടാൻ ഒരുപാട് സാധ്യതകളുള്ള ഒരു ടോപ്പിക്കുമാണ്, ഒരു കേസുമാണ്. അതുകൊണ്ട് നമ്മൾ പറയുന്നത് വളരെ മനസ്സിലാക്കി കൃത്യതയോടെ തന്നെ പറയണം. അപ്പൊ പല സമയത്ത് പല അഭിപ്രായങ്ങൾ പറഞ്ഞത് വ്യാഖ്യാനിക്കപ്പെട്ടിട്ടുണ്ട്. അത് പല രീതിയിലും ഓൺലൈൻ സോഷ്യൽ മീഡിയ അറ്റാക്കുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ അതിനോടൊന്നും താല്പര്യമില്ല. അപ്പൊ എന്താണോ പറയാനുള്ളത് എന്നുള്ളത് കൃത്യമായി മനസ്സിലാക്കി കൃത്യമായ ക്ലാരിറ്റിയോടുകൂടി പറയാന്നുള്ളതാണ്. സർക്കാർ പോകുന്നുണ്ട്. അപ്പൊ അതിനർത്ഥം പൂർണ്ണമായ നീതി ലഭ്യമായിട്ടില്ല എന്നൊരു റീഡിംഗ് ആ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് കൊണ്ടായിരിക്കില്ലേ സർക്കാർ ഇപ്പോൾ ഹയർ അപ്പീൽ പോകാൻ തീരുമാനിക്കുന്നത്? ആയിരിക്കും. സിനിമയിലേക്കുള്ള തിരിച്ചുവരവിനുള്ള ഒരുക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പൊ പ്രൊഡ്യൂസേഴ്സിന്റെ അസോസിയേഷനിലേക്ക് തിരിച്ചെടുക്കാനുള്ള അമ്മയിലേക്ക് സൂചനകൾ വരുന്നു. എങ്ങനെയാണ് അതിനെ കാണുന്നത്? ആരോപിതനായ സമയത്ത് അദ്ദേഹത്തിന് പുറത്താക്കിയിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലൊരു കോടതി വിധി വരുമ്പോൾ അതിനെ വേണ്ട രീതിയിൽ തന്നെ കൈകാര്യം ചെയ്യുക എന്നുള്ളതല്ലേ എല്ലാ സംഘടനകളും ചെയ്യേണ്ടത്. അപ്പോൾ ഏകപക്ഷമായ ഒരു തീരുമാനം ആർക്കെതിരെയും എടുത്തിട്ടില്ല. നിങ്ങൾ എടുത്തൊരു നിലപാടുണ്ട് ഈ പ്രശ്നങ്ങൾ ഉണ്ടായ ഘട്ടത്തിൽ മമ്മൂട്ടിയുടെ വീട്ടിൽ വെച്ച് നടന്ന ഒരു അവൈലബിൾ ഞാനന്ന് എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ തീർച്ചയായിട്ടും എടുത്ത ഒരു നിലപാട്, ആ നിലപാടിൽ തന്നെയാണ് ഉറച്ചു നിൽക്കുന്നത്. അന്ന് എടുത്തത് തീരുമാനങ്ങളെല്ലാം ശരിയായിരുന്നു എന്ന് തന്നെ ഉറച്ചു നിൽക്കുക എന്ന് പറഞ്ഞാൽ അതിജീവിതയ്ക്ക് നീതി ലഭിക്കണം എന്നുള്ളതാണ്. ആര് ശിക്ഷിക്കപ്പെടണം എന്നുള്ളതിലല്ല. എന്റെ സഹപ്രവർത്തകയാണ്, എന്റെ വളരെ അടുത്ത സുഹൃത്താണ്. അപ്പൊ അവർക്ക് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനിപ്പോ എന്ത് പകരം കൊടുത്താലും മതിയാവില്ല. എങ്കിലും അതിന് കൃത്യമായ ഒരു നീതി ലഭിക്കണം എന്ന് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നു. അതിനൊരു അഭിപ്രായം ഞാൻ പറഞ്ഞാൽ കോടതി നിന്നയായി പോകും. കാര്യം കോടതി വിധിച്ചതിനെ പറ്റിയിട്ട് ഞാനൊരു കമന്റ് പറയുന്നത് ശരിയല്ല. അത് കോടതിക്ക് ശരിയെന്ന് തോന്നിയതാണ് കോടതി വിധിച്ചിരിക്കുന്നത്. അതിന് ഹയർ അപ്പീൽസിലേക്ക് പോകുന്നുണ്ട്. അപ്പൊ അതിന്റെ കാര്യങ്ങൾ വഴി അറിയാം. അധികാര കേന്ദ്രങ്ങളിലേക്കുള്ള ദിലീപിന്റെ തിരിച്ചുവരവിനെ എങ്ങനെയാണ് കാണുന്നത്? അതിനെ പറ്റിയൊന്നും അഭിപ്രായം പറയാനുള്ള ആളല്ല. തെറ്റില്ല എന്നാണോ? എന്റെ സുഹൃത്തുക്കൾ ഇവിടെ ഇലക്ഷന് നിൽക്കുന്നുണ്ട്. മാക്സിമം യുവതലമുറ ഇലക്ഷന് വരണം, ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം, വോട്ടുകൾ ചെയ്യണം. പിന്നെ പ്രത്യേകത ഇതിന്റെ ഒരു പ്രത്യേകത, ഇതൊരു ഹരിത ബൂത്തായിട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. നമുക്ക് എപ്പോഴും അറിയാം ഇലക്ഷൻ സമയത്ത് ഉണ്ടാകുന്ന വേസ്റ്റേജിനെ പറ്റിയിട്ടും ഫ്ലെക്സ് ബോർഡുകളെ പറ്റിയിട്ടും ഇലക്ഷന്റെ ആവേശം കഴിയുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകളെ പറ്റിയിട്ടും ഒക്കെ അറിയാം. അപ്പൊ അതിനൊക്കെ ഒരു മാതൃകാപരമായ ഒരു തീരുമാനം എടുത്ത് ഞങ്ങളുടെ ഈ ബൂത്ത് ഈ പ്രാവശ്യം ഹരിത ബൂത്താക്കിയിരിക്കുകയാണ്. അപ്പൊ അതിനെപ്പറ്റി ഞാൻ പറഞ്ഞത് എന്താണെന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കുക, എന്നിട്ട് അതിനൊരു അഭിപ്രായം പറയും. താങ്ക് യു.